രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. സനാതനധർമ്മ നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാവരോടും ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. വാൽമീകി രാമായണ വിചാരത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സുതീഷ്ണ ആശ്രമത്തിൽ നിന്ന് അഗസ്ത്യനെ കാണാനുള്ള സീതാരാമ ലക്ഷ്മണന്മാരുടെ ബഹിർഗമനം ആണ്. അവിടുന്ന് പോയി നൃത്തം. ആ ഒരു സമയത്ത് അവർ പോവാൻ പുറപ്പെട്ടപ്പോൾ ഒരു വാക്യം സീത പറയണം. സർഗത്തിൻ്റെ പേര് സീതാവാക്യം എന്നാണ്. അടുത്ത സർഗമാവട്ടെ അതിന് രാമൻ്റെ മറുപടിയാണ് രാമവാക്യം. ഒരു സീതാവാക്യവും ഒരു രാമവാക്യവും. ചെറിയൊരു കാര്യം. എന്താ അത്? സുതീഷ്ണേന വ്യനുജ്ഞാതം പ്രസ്ഥിതം രഘുനന്ദനം ഹൃദയാർനിഗ്ധയാവാച ഭർത്താരമിതമബ്രവീത്. ഒരു വാക്യം എന്ന് പറഞ്ഞിട്ടൊരു സർഗമൊക്കെ ഉണ്ടാവണമെച്ചാൽ അത് വെറുതെ ഒരു വർത്തമാനമാവില്ല. ഉറപ്പാണ്, നമുക്ക് ആലോചിച്ചറിയാം. അതങ്ങനെ പറയുമോ? അവരിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കാട്ടിൽ. അവർ പറഞ്ഞ വാക്കൊക്കെ സീതാവാക്യം എന്ന് പറഞ്ഞു കൊടുക്കൊന്നുമില്ല. അപ്പോൾ അതെന്തോ ഒരു സംഗതി അതിനകത്തുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാം. അയം ധർമ്മ സുസൂക്ഷ്മേണ വിധിനാ പ്രാപ്യതേ മഹാൻ നിവൃത്തേ അത് ശക്യോയം വ്യസനാൽ കാമജാതിക. നാഥ, മഹത്തായ ധർമ്മം എന്ന് പറയുന്നത് സൂക്ഷ്മമായിട്ട് ചിന്തിച്ച് അനുഷ്ഠിച്ച് നേടേണ്ട ഒന്നാണ്. ധർമ്മം നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമോ ഒന്നുമല്ല, സുസാധ്യമല്ല. ധർമ്മത്തിൻ്റെ വഴികൾ അല്ലേ, കർമ്മം അകർമ്മം എന്നതിൻ്റെ വഴി വളരെ ഗഹനമാണ് അർജുന എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞു. കർമ്മമായാലും അകർമ്മമായാലും അങ്ങനെ തന്നെയാണ് ധർമ്മവും. ഏകിം കർമ്മം കിം അകർമ്മം, ഏതാണ് കർമ്മം ഏതാണ് അകർമ്മം എന്ന് അറിവുള്ളവർ കൂടി മോഹിക്കുന്നു. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ടോ? ഏതാണ് ശരി, ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള കാര്യം വരുമ്പോൾ വല്ലാത്തൊരു സംശയം പല ഘട്ടത്തിലും മനുഷ്യന് വരാം. ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ സീതേനെ അവസാന ഘട്ടത്തിൽ സീതയെ ഉപേക്ഷിച്ചതൊന്ന് ആലോചിച്ച് നോക്കൂ. ശരിയാണോ? ഒരു തരത്തിൽ വല്ലവരുടെ വാക്ക് കേട്ടിട്ട് താൻ അഗ്നി ശുദ്ധമായിട്ട് സ്വീകരിച്ച സീത, അഗ്നി പറഞ്ഞിരിക്കണു സീത ശുദ്ധയാണ്, പിന്നെ ഏതെങ്കിലും ഒരു വിദ്വാൻ പറഞ്ഞത് കേട്ടിട്ട് ഉപേക്ഷിക്കുക ചെയ്യുക, അത് ധർമ്മമായോ? ഇപ്പോഴും അതിനെക്കുറിച്ച് തർക്കമുണ്ട്. ഉത്തരങ്ങളും ഒക്കെ പലതരം ഉണ്ടാവാം. എങ്കിലും സാധാരണ ബുദ്ധി കൊണ്ട് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവണില്ല അത്. കാരണം ഒരു ഭരണാധികാരി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം എന്നതോടൊപ്പം തന്നെ പറയാം, വളരെ അടിവരട്ട് പറയാം, തള്ളേണ്ട അഭിപ്രായത്തിനെ പുല്ല് പോലെ തള്ളും വേണം. വേണ്ടാന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും അഭിപ്രായം പറയുകയാണ്, എല്ലാതും സ്വീകരിക്കാൻ പറ്റുമോ? പുല്ലുപോലെ തള്ളേണ്ടതിനെ പുല്ലുപോലെ തള്ളണം, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കണം. അവിടെ പ്രശ്നം വരും. ഏതാണ് സ്വീകരിക്കേണ്ടത്, ഏതാണ് തള്ളേണ്ടത്? തള്ളാണ്ട് ജീവിക്കാൻ പറ്റില്ല, ഭരിക്കാൻ പറ്റില്ല. എല്ലാവരും പരസ്പര വിരുദ്ധമായിട്ടാണ് പറയുക. ഒന്ന് പറയണ നേരെ ഓപ്പോസിറ്റ് മറ്റത് പറയണു. ഒന്ന് തള്ളാണ്ട് നടക്കുമോ കാര്യം? അപ്പോൾ അവിടെ ഏതാണ് തള്ളേണ്ടത്, ഏതാണ് സ്വീകരിക്കേണ്ടത്? തള്ളാനറിയാത്തവർക്ക് അതിനെ കംപ്ലീറ്റ് അതിനെ അംഗീകരിക്കാതെ അതിനെ പുല്ലുപോലെ ഉപേക്ഷിക്കാൻ കഴിയേണ്ട ചില സന്ദർഭങ്ങൾ വരണം. ഇവിടെ തൻ്റെ പത്നി ശരിക്കും അതല്ലേ വേണ്ടത് എന്ന് ചിലർ ചോദിക്കും. ഒരു നിമിഷം സീതയില്ലാണ്ട് ഇരിക്കാൻ രാമന് വയ്യ. ഇത് രാമൻ്റെ വചനങ്ങൾ കാണിക്കണു. സീതയ്ക്കും അങ്ങനെ തന്നെയാണ്. അഗ്നിശുദ്ധയായിട്ട്
ദേവന്മാരുടെ മുമ്പാകെ അനവധി ആളുകളുടെ മുമ്പാകെ തെളിയിച്ചതാണ്. ഈ ഒരു വിദ്വാൻ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞാൽ ഉപേക്ഷിക്കുക ചെയ്യുക. രാമനെ പോലുള്ള ഒരു ധർമ്മിഷ്ഠൻ തർക്കമല്ലേ, വേണമെങ്കിൽ നല്ലൊരു ദിശയാക്കാം. അത് എനിക്കിപ്പോഴും ശരിക്കും അതിനൊരു ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞിട്ട് രാമൻ ചെയ്തത് ശരിയാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. എത്രയോ പുരാണം വായിച്ച, പക്ഷേ വിമർശിക്കാൻ ധൈര്യമില്ല. പുരാണമല്ലേ, ധൈര്യമില്ല. രാമൻ ചെയ്തത് തെറ്റാണ്, പുരാണത്തിൽ പറഞ്ഞത് തെറ്റാണെന്നൊന്നും പറയാൻ നമ്മളാരാണ്? അല്പജ്ഞന്മാരാണ്. പക്ഷേ എങ്കിലും നമ്മുടെ ബുദ്ധി കൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് അവിടെ എന്ത് പറഞ്ഞത്? നിവൃത്തേന ദുശക്യോയം വ്യസനാൽ കാമദാഹിക അയം ധർമ്മ സുസൂക്ഷ്മേണ വിധിന. ധർമ്മമാർഗം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ളതും ചിന്തിച്ച് വേർതിരിച്ച് ഇന്നത് ശരി തെറ്റെന്ന് കണ്ടെത്താനും വിഷമമുള്ളതാണ് നാഥ. സീത പറയുകയാണ്. ഇവിടെ ധർമ്മത്തിൻ്റെ ഒരു 3 ഭാഗമാണ് ഇവിടെ സീത പറയണം. അസത്യവചനം, 3 കാര്യത്തിലത്തെ ആദ്യത്തെ അസത്യവചനം. മിഥ്യാവാക്യം പരമകം തസ്മാൽ ഗുരുതര ഉപൗ. മിഥ്യാവാക്യം, സത്യം ചെയ്തിട്ടത് പാലിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ നുണ പറയുക, സത്യമാണോ എന്നറിയാതെ അത് സത്യമാണെന്ന് പറയുക. അതൊക്കെ ഈ അസത്യവചനത്തിൽ പലതും പെടും. ഒന്ന്, സത്യം പാലിക്കാതിരിക്കുക, താനൊരു വാക്ക് കൊടുക്കുക, അത് പാലിക്കാതിരിക്കുക, ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാണ്ടിരിക്കുക. സത്യമാണെന്നറിയാതെ സത്യമാണ് എന്ന് പറയുക. കോടതിയിൽ വക്കീൽമാരൊക്കെ അധികം അങ്ങനെ, അവർ സത്യമാണെന്ന് അറിഞ്ഞിട്ടാണ് പറയണം. ക്ലയൻറ്റ് പോയിട്ട് പറഞ്ഞത് അവർ അവിടെ സത്യമാണ് സ്ഥാപിക്കാൻ നോക്കുക ചെയ്യണം. അവർക്കറിയോ സത്യമാണെന്ന്? അറിയാത്തത് സത്യമാണെന്ന് പറയാൻ പാടുമോ? അങ്ങനെയാണോ എന്ന് ഉറപ്പിച്ച് പറയുക. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക, മജിസ്ട്രേറ്റിനെ തെറ്റിദ്ധരിപ്പിക്കുക. പല വക്കീൽമാരും അതല്ലേ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യണു. അപ്പോൾ മിഥ്യാവചനം എന്നതാണ് ധർമ്മത്തിൽ ഏറ്റവും അധർമ്മം ആയിട്ടുള്ള ആദ്യത്തെ കാര്യം സീത പറയണം. ഇനി രണ്ടാമത് എന്താണ്? കുതോഭിലാഷണം സ്ത്രീണാം പരേഷാം ധർമ്മനാശനം. വലിയൊരു തെറ്റാത്രേ പരസ്ത്രീഗമനം. മദ്യപാനം, പരസ്ത്രീഗമനം, സ്വർണ്ണമോഷണം, ബ്രഹ്മഹത്യ, സ്ത്രീഹത്യ, ഗോഹത്യ, അതൊക്കെ പരിഹാരം ഇല്ലാത്ത പാപമായിട്ടാണ് പറയുന്നത്. ആ പരസ്ത്രീ മോഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമതായിട്ട്. സ്വന്തം വിവാഹം കഴിച്ച് പത്നിയുള്ള ഒരു പുരുഷൻ വേറൊരു സ്ത്രീയെ പ്രാപിക്കുകയാണെങ്കിൽ, തെറ്റായിട്ട് അവളെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ തെറ്റാണ്. അപ്പം സീത പറഞ്ഞു, അങ്ങേക്ക് അത് ഇല്ല, സത്യപാലനത്തിലും അങ്ങ് മുമ്പിൽ തന്നെ. ഇത് രണ്ടിലും അങ്ങയെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ ആരും നാഥ ഇല്ല എന്നാണ് പറയണത്. എന്നെ അല്ലാണ്ട് അങ്ങേക്ക് വേറെ ആരും മനസ്സിലില്ല എന്ന് ലോകസമ്മതമാണ്. അങ്ങ് സ്വധാര നിരതനാണ്, സ്വന്തം പത്നിയിൽ തൽപരനാണ്. അത് തെറ്റല്ല. പക്ഷേ പരധാരത്തിൽ ഒരു താല്പര്യവും അങ്ങേക്കില്ല. ഇനി മൂന്നാമത് ഒരു കാര്യമാണ് എന്ത്? പ്രാണഹിംസ. അതാണ് ഇവിടെ പറയുന്നത്. സീത പറയണത് 3 കേട്ടോ. 3 ഒന്നുമല്ല, ധർമ്മത്തിന് കുറേ ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇവിടെ പറയണ 3 കാര്യങ്ങൾ. മൂന്നാമത്തെ എന്താ? തൃതീയം എതിദം രൗദ്രം പരപ്രാണാഭിഹിംസനം. കാരണം കൂടാതെ ഒരു ജീവിയെ കൊല്ലുക. നമ്മളിപ്പോൾ അത് ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. ചവിട്ടിയിട്ടും അടിച്ചു വാരുമ്പോഴും ഗൃഹസ്ഥന് 3 തരത്തിലൊക്കെ വരുന്നതാണ്. ഒന്ന്, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അഗ്നിയിൽ പെട്ടിട്ട് ജീവികൾ മരിക്കുക. അടിച്ചു വാരുമ്പോൾ കൂറയൊക്കെ മലന്നിട്ട് കഴുകാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടുക, പിന്നെ അതിൽ ചാവുക. വെള്ളം കൊണ്ടുവരുമ്പോൾ അതിൽ എറുമ്പ് മുതലായിട്ട് പ്രാണികൾ പെടുക. അങ്ങനെ ഹിംസകൾ പലതരത്തിൽ വരും. അങ്ങനെയുള്ള ഹിംസ അധർമ്മത്തിൻ്റെ മൂന്നാമത്തെ ഒരു ഭാഗം. ഇപ്പം സീത പറയണം, ഈ ഒരു സംഗതി ഇപ്പോൾ അങ്ങയുടെ അടുത്ത് എത്തിയിരിക്കുന്നു. പരതാരഗമനമില്ല, അസത്യം ഇല്ല, പക്ഷേ പ്രാണഹിംസ ഇതാ അങ്ങയെ നരകത്തിലേക്കോ അല്ലെങ്കിൽ തെറ്റിലേക്കോ വീഴിക്കാനായിക്കൊണ്ട് വന്ന് അങ്ങേക്ക് ചെയ്യേണ്ടി വന്നിരിക്കുന്നുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതെന്താ കാരണം? പ്രതിജ്ഞാതസ്ത്വയാ വീരാദണ്ഡകാരണ്യവാസിനം. ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്ന രാക്ഷസന്മാരെ മുഴുവനും വധിക്കാൻ അങ്ങ് വാക്കുകൊടുത്തു. ഋഷീണാം രക്ഷണാർത്ഥായ, ഋഷികളെ രക്ഷിക്കാനായിക്കൊണ്ട് വധം ഏറ്റെടുത്തു. ആ രാക്ഷസന്മാർ ശരിക്കും അങ്ങേക്ക് ദോഷമൊന്നും ചെയ്തിട്ടില്ല, അങ്ങയോട് ശത്രുതയില്ല. അപ്പം അങ്ങയോട് നേരിട്ട് ശത്രുതയില്ലാത്ത അവരെ വധിക്കുക. ഏതന്നിമിത്തഞ്ച വനം ദണ്ഡക ഇത് വിശ്രുതം. അങ്ങനെ ഈ വില്ലും എടുത്ത് അങ്ങ് പുറപ്പെട്ടു. ഇത് അങ്ങേക്ക് യുക്തമാണോ എന്ന്
എനിക്ക് സംശയം തോന്നുകയാണ്. നടപ്പ് ഹിതം ഇതൊക്കെ ആലോചിച്ചിട്ട് എന്തോ എൻ്റെ മനസ്സ് ചിന്താകുലമായി തീരണം. എനിക്ക് അറിവില്ലാത്തതുകൊണ്ടാവാം. അതുകൊണ്ട് ദണ്ഡകാരണ്യത്തിലേക്ക് പോണ്ടാക്കിയല്ലേ നല്ലത്. അധർമ്മം ചെയ്യുമ്പോൾ അവിടുന്ന് ഒഴിഞ്ഞു മാറുക, അങ്ങനെയുണ്ട് ചില ആൾക്കാർ. നമുക്കതല്ലേ ഇപ്പം നല്ലത്. തന്നെ ഹിമേ രോചതേ വീര ഗമനം ദണ്ഡകാൻ പ്രതി. എനിക്ക് തോന്നണത് എന്താ അറിയോ, ദണ്ഡകാരണ്യത്തിലേക്ക് പോണ്ടാന്ന് വെച്ചാലോ രാമ, എന്നാൽ പിന്നെ കൊല്ലും വേണ്ട. അത് കണ്ടിട്ട് അമ്പും വില്ലും കയ്യിലേന്തിയിട്ട് അങ്ങോട്ട് പോയാൽ തീർച്ചയായിട്ടും അങ്ങേക്ക് പലരെയും ചിലപ്പോൾ വധിക്കേണ്ടി വരും പ്രതിജ്ഞ നിറവേറ്റാനായിട്ട്. അതിനൊരു പൂർവ്വ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു കഥ, ചെറിയൊരു കഥ. പണ്ട് ഇന്ദ്രൻ ഒരു മഹർഷിക്ക് എന്ത് ചെയ്തു, ഒരു പരീക്ഷണത്തിന് അദ്ദേഹത്തിൻ്റെ തപസ് മുടക്കാനാണ്. ഇന്ദ്രന് ദുരുദ്ദേശമുണ്ട്. ഒരു വാള്, ഇതൊന്ന് സൂക്ഷിക്കും കിട്ടുമോ, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ മഹർഷിയുടെ കയ്യിൽ കൊടുത്തു. അതിനിപ്പോൾ എന്താ, സാധനം സൂക്ഷിക്കണേനെന്നും പറഞ്ഞ് അവിടെ ഇരുന്നോട്ടേ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിനൊരു ചിന്ത, താൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഈ വാൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ. അപ്പോൾ എവിടേക്കും ഈ വാളെടുത്തും കൊണ്ട് പോകും. എവിടെ പോകുമ്പോഴും ഇന്ദ്രനെപ്പോൾ വരണമില്ല, ഇതിന് വരാനുള്ള ഉദ്ദേശമൊന്നുമില്ല, അപ്പോൾ വരാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ആണ് സാധനം സൂക്ഷിക്കാൻ തന്നാന്ന് സൂക്ഷിക്കണേ. അത് ഇന്നത്തെ കാലത്തും പണ്ടും ബുദ്ധിമുട്ടാണ്. വല്ല പോകുമ്പോൾ വേറെ വല്ലതാണെന്ന് വെച്ചാൽ ഇവിടെ വയ്ക്കാൻ പറ്റില്ല, എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കും. കടക്കാർ നോക്കിയിട്ടുണ്ട്, അതൊന്നും ഇവിടെ കുറച്ച് നേരം വയ്ക്കാൻ പറ്റുമോ, അത് പറ്റില്ല കേട്ടോ, ഇവിടെ സ്ഥലമില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കട അടച്ചു പോകും, നിങ്ങളെപ്പോഴാണ് വരിക, അപ്പോഴേക്കും ഞാൻ കട അടച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു സാധനം സൂക്ഷിക്കാൻ തന്നാലും പണ്ടും സൂക്ഷിക്കണം എന്ന് മാത്രമല്ല, പണ്ടും അത് അപകടം ഉണ്ടാവും അതിലെന്നാണ്. അപ്പോൾ ഈ വാളും ഇയാൾ കയ്യിലെടുത്തിട്ട് ഈ മഹർഷി എല്ലാ ദിക്കിലേക്കും പോകും. കായ്കനികൾ പറിക്കാനാണെങ്കിലും അതെ, കുളിക്കാനാണെങ്കിലോ സന്ധ്യ, അതിനൊക്കെ ഈ വാളുണ്ടാവും. ഈ വാള് ചുരുക്കം കയ്യിൽ നിന്ന് വെക്കാൻ അയാൾക്ക് സമയമില്ല. കായ്കൾ പറിക്കുകയാണെങ്കിലും ഉടുക്കും വാള്. അങ്ങനെ അദ്ദേഹം ക്രമേണ എന്തായി, ക്രൂരത കയ്യിൽ വന്നു. ചില പഴങ്ങളോ കാര്യങ്ങളൊക്കെ വെട്ടി വാളിപ്പോൾ കയ്യിലുണ്ടൊക്കെ ഒന്ന് പ്രയോഗിക്കാൻ തോന്നില്ല, ഒന്ന് വെട്ടി നോക്കുക മൂർച്ചയുണ്ടോ എങ്ങനെയുണ്ട് എന്നും പറഞ്ഞ് അത് പ്രയോഗിക്കാൻ തുടങ്ങിയത് കൂട്ടി ഇയാൾക്കൊരു ക്രൂരത വന്നു മനസ്സിൽ. അതുകൊണ്ട് അദ്ദേഹം എന്ത് പോയി, നരകത്തിലേക്ക് പോയി. ഇത്രയേ ഉള്ളൂ കഥ. അത്ര വലിയ കഥയൊന്നുമല്ല. ചുരുക്കം ഈ വാൾ കൊണ്ട് വെട്ടിയിട്ട് അതിനെ ആയുധം മുറിവേൽപ്പിക്കുക എന്ന ചിന്ത വാളും കൊണ്ട് നടന്ന് ഇയാൾ ഒരു നരകത്തിൽ പോയി എന്നൊരു കഥ, വെറുതെ ഒരു കഥ സീത പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് ഈ ആയുധം പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമല്ല. ക്ഷത്രിയന്മാർക്ക് വില്ല് കൊണ്ടുള്ള കാര്യം എന്താണ്, ആശ്രയിച്ചവരെ രക്ഷിക്കാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പാടൂ. അല്ലാണ്ട് വേണ്ടാത്തോടത്ത് ആയുധപ്രയോഗം നന്നല്ല എന്ന് സീത പറഞ്ഞു കൊടുത്തു. ശാസ്ത്രവും വനവും ആയുധവും കൂടിയൊന്നും യോജിക്കില്ല രാമ. അതുകൊണ്ട് അങ്ങ് ദണ്ഡകാരണ്യത്തിൽ പോയാൽ പലവരെയും കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേക്കൊരു പാപമാവും, അധർമ്മമാവും. ധർമ്മത്തിൽ നിന്നാണ് ധനവും ശ്രേയസ്സും ഉണ്ടാവുന്നത്. അധർമ്മത്തിൽ നിന്ന് അതിൻ്റെ ചോർച്ചയാണ് ഉണ്ടാവുന്നത്, ശോഷണമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ധർമ്മം, ശ്രേയസ്, ധനം മുതലായിട്ടുള്ളതൊക്കെ അധർമ്മം ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് അങ്ങ് ധർമാചരണത്തിന് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണല്ലോ. ആ ധർമ്മത്തെ ധരിച്ചിരിക്കുന്നതായിട്ടുള്ള അങ്ങ് ഈ ആയുധപ്രയോഗം ചെയ്യുന്നത് ശരിയാണോ എന്നൊരു തോന്നൽ. സ്ത്രീചാബലാദേ ദദുദാഹൃതം മേ ധർമ്മം ച വക്തും തവക സമർത്ഥ. രാമ, അങ്ങയോട് ധർമ്മം പറയാൻ ഞാനൊന്നും ആരുമല്ല. ഈയുടെ വിനയം കണ്ടു, ആ വിനയമുണ്ട്. വിനയം വിട്ടിട്ട് അങ്ങോട്ട് ഉപദേശിക്കുകയെ നിയന്ത്രിക്കുകയൊന്നുമില്ല. ഈ ലോകത്തിൽ വിഗ്രഹാൻ ധർമ്മത്തെ മുറുകെ പിടിച്ചിട്ടതായ, ഉയർത്തി കാണിക്കുന്നതായ അങ്ങയോട് ധർമ്മം പറയാൻ ഞാൻ ആരുമല്ല കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതല്ല, സ്ത്രീ ചാബല്യം കൊണ്ട് പറഞ്ഞു പോയതാണ്. സ്ത്രീ ചാബലാദേതുദാഹൃതം മേ, എൻ്റെ സ്ത്രീ സഹജമായിട്ടുള്ള അജ്ഞത കൊണ്ടോ ചപലത കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ വിഗ്രഹവാനായിരിക്കുന്ന അങ്ങയോട് എനിക്കിത് പറയേണ്ടി വന്നു. വിചാര്യ ബുദ്ധ്യാ തു സഹാനുജേന, അനുജനായിട്ടുള്ള ലക്ഷ്മണനോടുകൂടി വേണ്ട വിധം വിചാരിച്ചിട്ട് ചെയ്തോളൂ. ഞാൻ പറഞ്ഞു വെച്ചിട്ടൊന്നും ചെയ്യണമെന്നില്ല, ചെയ്യാതിരിക്കണമെന്നില്ല. എനിക്ക് അത്രയൊക്കെ തന്നെ അറിവുള്ളൂ. എങ്കിലും എനിക്കിങ്ങനെ തോന്നുകയാണ്.
ഈ ആയുധപ്രയോഗവും രാക്ഷസവധവും അങ്ങേക്കൊരു അധർമ്മമായിട്ട് മാറുമോ? പ്രത്യേകിച്ച് ഈ താപസചര്യ അനുഷ്ഠിക്കുക എന്നൊരു സംഗതി ഉണ്ട് അങ്ങേക്ക് ഈ കാട്ടിൽ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ വധം ശരിയാവുമോ? യഥേച്ഛസി തഥാ ഗുരു എത്രോചത്തെ തൽക്കുരു മാചിരേണ. എന്താ യുക്തച്ചാൽ ചെയ്തോളൂ കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് സീത ഈ വധത്തിനെ ഒന്നിങ്ങനെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കി. അടുത്ത സർഗത്തിൽ രാമവാക്യം. രാമൻ പറയണ മറുപടി: ഹിതം ഉക്തം തയാ ദേവി സ്നിഗ്ധയാ സദൃശം വച. ദേവി, സീതയുടെ വാക്ക് ശരി തന്നെ. അഹിംസയെ ആരാണ് അനുകൂലിക്കാത്തത്? ഒരു ധർമ്മത്തിലും ഹിംസയെ നന്ന് എന്ന് പറയുന്നില്ല, അത് പറയണില്ല. അപ്പം നമ്മുടെ ഈ കാട്ടുകൂടെയുള്ള നിയോഗത്തിൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഒരാളുടെ ദുഃഖം തീർത്തു കൊടുക്കാൻ ആയുധം എടുക്കുന്നത് തെറ്റില്ല. ആ ആയുധം എടുത്താലേ ഒരാളുടെ ദുഃഖം തീരുള്ളൂ അത് ഹിംസയല്ല. അവനോട് പറഞ്ഞാണ്ടോ ജയിക്കണു: കിന്നുവട്ട്യമ്യകം ദേവി ത്വയേ വോക്തമിതം വച ക്ഷത്രിയേർധാര്യതേ ചാപോ. ക്ഷത്രിയന്മാർ വില്ലെടുക്കുന്നത് എന്തിനാ അറിയോ? വേറൊരാളുടെ ആർത്ത ശബ്ദം ഉണ്ടാവാണ്ടിരിക്കാൻ. ഒരാളെ കൊന്നാലേണ് ഒരാൾക്ക് സമാധാനം കിട്ടുള്ളൂ. ഇതിനൊരു ദുഷ്ടാത്മാവിനെ കൊല്ലാൻ ആയുധം എടുക്കുക, ഇത് തെറ്റില്ല എന്ന് രാമൻ അങ്ങോട്ട് പറയുകയാണ്. ഇവിടെ ഈ മഹർഷിമാരൊക്കെ എന്നെ ശരണം പ്രാപിച്ച് നീ അറിഞ്ഞില്ലേ? മാം സീതേ സ്വയം ആഗമ്യ ശരണ്യ ശരണം ഗത തേ ചാർത്താ ദണ്ഡകാരണ്യേ മുനയ സംശിതവ്രത. ദണ്ഡകാരണ്യത്തിലെ മഹർഷിമാരെല്ലാം എന്നെ ശരണം പ്രാപിച്ചു. ഈ അസ്ഥിക്കൂട്ടം കണ്ടു രാമ, ഒന്ന് രക്ഷിക്കണം, ഇനിയും ഇവർ മുനിമാരെ വധിക്കുന്നതിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാക്കു കൊടുത്തു. നിർദ്ദയം മുനിമാരെ ഭക്ഷിക്കണവരെ നരഭോജികളാണ്. അതുകൊണ്ട് ശരണാഗതരിൽ ആയിട്ടുള്ള ഞങ്ങളിൽ രാമ കനിയണേ എന്നല്ലേ അവർ എന്നോട് അപേക്ഷിച്ചത്. അപ്പം ഞാൻ എന്താണ് പറഞ്ഞത്? നീ കേട്ടതാവും. അവർ പറഞ്ഞു, വ്രതം, വാവ്, ഹോമം ഇതൊക്കെ നടത്തുമ്പോൾ ആ മഹർഷിമാർ നിരന്തരം ദ്രോഹിക്കണു രാമ. അപ്പം ഞാൻ പറയുകയും ചെയ്തു, അവരിൽ നിന്ന് ഞാൻ രക്ഷിച്ചോളാം. എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്നോട് അപേക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് സർവ്വതാ എന്നോട് ആജ്ഞാപിച്ചൂടെ, നിങ്ങളല്ലേ മീതെ എന്ന് പറഞ്ഞ് അവർക്ക് ഞാൻ വാക്കു കൊടുത്തു, സർവരെയും വധിക്കാം. അപ്പോൾ ഞാൻ എങ്ങനെ അത് ചെയ്യാതിരിക്കും സീതേ? നീ എന്നെ പറഞ്ഞു സത്യം പാലിക്കണം. വാക്ക് പറഞ്ഞാൽ പാലിക്കലല്ലേ സത്യം, സത്യത്തിൻ്റെ ഭാഗമാണല്ലോ അത്. അപ്പോൾ അവരോട് പറഞ്ഞ വാക്ക് ഞാൻ എങ്ങനെ പാലിക്കാതിരിക്കും? ശപഥം ചെയ്തു, സത്യവും ചെയ്തു, 14,000 രാക്ഷസന്മാരെ വധിക്കാം. അതുകൊണ്ട് സീതേ, എങ്ങനെ എനിക്കത് പാലിക്കാതിരിക്കാൻ പറ്റും? ഞാൻ എന്തും ഉപേക്ഷിക്കും. അപ്യഹം ജീവിതം ജയ്ക്കാം ത്വാം വാ സീതേ സലക്ഷ്മണം. സീതയെ ഉപേക്ഷിക്കാം, ലക്ഷ്മണനെ ഉപേക്ഷിക്കാം, പക്ഷേ സത്യത്തെ ത്യജിക്കാൻ എനിക്ക് സാധിക്കില്ല. സത്യത്തെ ത്യജിക്കാൻ എനിക്ക് സാധിക്കില്ല. നതു പ്രതിജ്ഞാം സംശ്രുത്യ. ബ്രാഹ്മണയോ വിശേഷത, പ്രത്യേകിച്ച് ബ്രാഹ്മണന് കൊടുത്ത വാക്ക്, മഹർഷിമാരൊക്കെ ബ്രാഹ്മണാംശങ്ങളാണ്, അപ്പോൾ അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ദയവായിട്ട് ഈ ഒരു കാര്യം നീ മനസ്സിലാക്കണം. തദവശ്യം മയാ കാര്യം ഋഷീണാം പരിപാലനം അനുക്തേനാഭിവൈദേഹി പ്രതിജ്ഞായതു കിംപുന. ഞാൻ പ്രതിജ്ഞ ചെയ്ത സ്ഥിതിക്ക് ആ രാക്ഷസന്മാരുടെ വധ്യത ഇവിടെ കൂടിയേ കഴിയൂ. അവരെ കൊല്ലാനുള്ളതായിരിക്കുന്നൊരു ബാധ്യത എനിക്കുണ്ട് എന്നർത്ഥം. അത് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. തദവശ്യം മയാ കാര്യം ഋഷീണാം പരിപാലനം. ഋഷിമാരുടെ ആ പരിപാലനം ഇപ്പോൾ എൻ്റെ ബാധ്യത, എൻ്റെ കടമ ആയിത്തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കത് ചെയ്യാണ്ടിരിക്കാൻ സാധ്യമല്ല. മമ സ്നേഹാച്ച സൗഹാർദ്ദാദിതമുക്തം ത്വയാനഖേ പാപരഹിതേ. നീ പറഞ്ഞത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. സ്നേഹമില്ലാത്തവരോട് ഉപദേശിക്കുകയോ എന്തോ കാട്ടിക്കോട്ടെ, നമ്മളെന്തിനാ പറയാൻ പോകണമെന്നാണ് ചോദിക്കുക ഇല്ലേ? പക്ഷെ അങ്ങനെ മനസ്സ് വരില്ല, അയ്യോ അയാളോടത് പറഞ്ഞു കൊടുക്കുക കേട്ടോ, എന്നിട്ട് നേരെ വെച്ചാൽ നേരെയായിക്കോട്ടെ, അങ്ങനെയായിട്ട് പറയാണ്ടിരിക്കണ്ട, നമ്മുടെ ആളല്ലേ, ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ എന്ന് ആരോടാ വിചാരിക്കുക?
സ്നേഹമുള്ളവരോടാണ് ഉപദേശിക്കുക. അതുകൊണ്ട് നീ എന്നോട് ഇഷ്ടം കൊണ്ടാണ് ഇത് പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കണു. സദൃശം ജാനരൂപം ജക്കൂലസ്യ തവ ശോഭനേ സ ധർമ്മചാരിണീമേത്തം പ്രാണേഭ്യോപിഗരീയസി. നിനക്കും വംശത്തിനും യോജിച്ച വാക്കാണ് നീ പറഞ്ഞത്. ജനകനൊക്കെ ആരാണ്? അങ്ങനത്തെ ജനകൻ്റെ മകളായ നീയെ ഇങ്ങനെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ രാക്ഷസവധം എൻ്റെ ഒരു ബാധ്യത, സത്യപാലനത്തിൻ്റെ ഭാഗമായിട്ട് തീർന്നിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ബില്ലെടുത്ത് സൗമിത്രിയോടൊപ്പം അവിടുന്ന് ഇറങ്ങി തപോവനത്തിലേക്ക് പോയി. പോവാണ്ടി പറ്റില്ല, പോകണമെന്നില്ല എന്ന് പറഞ്ഞു സീത. പോവാതെ പറ്റില്ല, പോയാലല്ലേ കൊല്ലാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ ആ വനത്തിലേക്ക് ദണ്ഡകാരണ്യത്തിലേക്ക് വില്ല് കയ്യിലേന്തി ആയുധധാരിയായിട്ടാണ് ഇതാ പോവുകയാണ്. സീത അനുഗമിക്കുകയും ചെയ്തു. എന്നാൽ ശരി, പിന്നെ സീത തർക്കിക്കാനൊന്നുമില്ല. ഇത്തേവ മുക്ത വചനം മഹാത്മാ സീതാം പ്രിയാം മൈഥിലരാജപുത്രീം രാമോ ധനുഷ്മാൻ സഹലക്ഷ്മണേന ജിഗാമരമ്യാണി തപോവനാനി. മനോഹരമായിട്ട് തപോവനത്തിലേക്ക് ദണ്ഡകാരണ്യത്തിലേക്ക് വില്ലെടുത്ത ലക്ഷ്മണനോടുകൂടി പോവുകയും ചെയ്തു എന്നങ്ങനെ പറഞ്ഞ് അഗസ്ത്യ ആശ്രമത്തിലേക്കുള്ള പോക്കാണ്. ആ മനോഹരമായിട്ടുള്ള കാട്, നാനാ പക്ഷികൾ നാദം കൊണ്ടും അല്ലേ, നാനാ വൃക്ഷങ്ങൾ പക്ഷികൾ കടങ്ങിയ അഗസ്ത്യാശ്രമത്തിലേക്ക് പോയി. അഗസ്ത്യൻ്റെ ഒരു അനുജനുണ്ട്, അഗ്നിജിഹ്വൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അനുജനെ കാണുന്നു, അഗസ്ത്യനെ കാണുന്നു. അഗസ്ത്യ മഹാത്മ്യം ഒക്കെയാണ് അടുത്ത രംഗങ്ങൾ. അഗസ്ത്യൻ്റെ സ്തുതിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ, മറ്റേ രാമായണത്തിലുള്ള പോലുള്ള സ്തുതിയൊന്നുമില്ല. പക്ഷേ അഗസ്ത്യൻ്റെ ചില മഹാത്മ്യങ്ങളും അതിനെ കാണിക്കുന്ന ചില കഥകളൊക്കെ ഉണ്ട്. ആ രംഗങ്ങളാണ് അടുത്തതായിട്ട്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം തമുത്തതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണ കുംഭകർണനിധനം മേതസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.